ഇത് നമ്മൾ എളുപ്പത്തിൽ തന്നെ നമ്മളുണ്ടാക്കുന്ന വൻപയർ കൊണ്ടൊരു തോരൻ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മളിവിടെ വൻപയറാണ് എടുക്കുന്നത് ആദ്യം. അപ്പോൾ 1/2 കപ്പാണ് എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിലൊന്നും കുതിർത്തി വയ്ക്കുന്നില്ല. ഇത് നന്നായിട്ട് കഴുകി ഞാനിവിടെ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പയറിൻ്റെ വേഗിന് ആവശ്യമായിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഞാനിവിടെ ഇത് കായത്തൊലിയാണ്. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ, കായ വറുത്തത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതാ ഒരു വിസിലൊക്കെ പോയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ കായത്തൊലിയൊക്കെ ഞാനിവിടെ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് നേന്ത്രക്കായ, പച്ചക്കായ കിട്ടുവാണെങ്കിൽ അത് മുഴുവനായിട്ടും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് തോരനുണ്ടാക്കാം. ഇതിൻ്റെ മുന്നേ ഞാൻ കായ വറുത്ത റെസിപ്പി ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് നല്ലൊരു അടിപൊളി തോരനുണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഈ ഉണക്കപ്പയർ തോരൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഇത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇത് അരിഞ്ഞെടുത്ത ഉടനെ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുമ്പോഴേക്കും നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഒന്ന് ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. തുറന്ന് നോക്കാം. പയറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി വെള്ളം ഒന്ന് കൂടി കഴിഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റാണ്. ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് വേവ് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇതിലൊട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ കായത്തൊലിയില്ലേ, പച്ചക്കായയുടെ തൊലിയാണ് കേട്ടോ. നേന്ത്രക്കായയുടെ തൊലിയാണ്. നമ്മൾ നേരത്തെ 1.5 കിലോ കായ വെച്ചിട്ടാണ് നമ്മൾ കായ വറുത്തത് ഉണ്ടാക്കിയത്. അതിൻ്റെ തൊലി മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് മുഴുവനായിട്ട് കൊടുത്ത് 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പയർ വേവിച്ച സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ അറിയാം ഇത് എത്ര ടേസ്റ്റിയാണെന്നുള്ളത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ പയറൊന്നിങ്ങനെ വെന്ത് വരാനുണ്ട്. ഒരുപാട് വെന്ത് ഉടയുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി വേകാതിരിക്കുകയും ചെയ്യരുത്. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളമൊക്കെ കായത്തൊലിയിൽ നിന്ന് ഇറങ്ങും. എന്നാലും നമ്മളൊരു 2 സ്പൂണോളം വെള്ളം ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനി കുക്കറിൽ വെച്ച് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ചാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അതല്ലാതെ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് ട്രഡീഷണൽ രീതിയിൽ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒരു വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കായത്തോരൻ്റെ കായയും പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞ് പോകുമൊന്നുമില്ല കേട്ടോ. ഈ പയറൊന്നും അധികം വേവൊന്നും വന്നിട്ടില്ല. കറക്റ്റാണ് നമുക്ക് കഴിക്കാൻ പാകത്തിന്. ഇതിപ്പോൾ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. അഥവാ കുറച്ച് വെള്ളമുണ്ടെങ്കിൽ തന്നെ അതൊന്ന് വാർത്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് വറുത്തിടാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 10-20 അല്ലിയോളം ചെറിയ ഉള്ളി, 2 കുടം വെളുത്തുള്ളി, 1 കപ്പ് തേങ്ങ, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങയും ചെറിയുള്ളിയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം. ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ഒതുക്കിയെടുത്താലും മതി കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ പുതിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണയാണ്. അതാണ് കുറച്ച് കലങ്ങിയിരിക്കുന്നത്. 1/2 സ്പൂണോളം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 സ്പൂണോളം ജീരകം, ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഈ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇത് വറുത്തിടുന്നത് ഒരു പ്രത്യേക രുചിയും മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിൽ എരിവിനായിട്ട് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എരിവ് വേണം കേട്ടോ.
ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ എടുത്താൽ മതി. എരിവ് ഈ മുളകിന് കുറവായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മുളക് വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂത്ത് വരുന്നൊരു മണം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു നാടൻ മണമാണ് കേട്ടോ. അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും 1 കപ്പ് തേങ്ങ കൂടെ ഒന്ന് ഒതുക്കിയെടുത്തതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ എരിവും അതുപോലെ തേങ്ങാക്കൂട്ടും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ ഇളക്കി കൊടുക്കുന്നത്. തേങ്ങ ഒന്ന് വെന്ത് വരണം കേട്ടോ ഈ എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ ഈ പച്ചച്ചവ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ തേങ്ങാക്കൂട്ടിലേക്ക് മാത്രമുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉണക്കപ്പയറും കായത്തൊലിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ല കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിൽ നമുക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടതില്ല. ഇതിനെ നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു എളുപ്പത്തിലുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് നമ്മൾ കായ വറുക്കാനും ശർക്കര ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ കായ വാങ്ങിക്കുന്നതല്ലേ, ആ ഒരു സമയത്ത് നമ്മൾ കായ എടുത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല രുചിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ വൻപയർ കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. നല്ല രുചിയാണ്. ഇത് നമുക്ക് നമ്മൾ സാധാരണ നാടൻ ചോറിൻ്റെ കൂടെ, സദ്യയുടെ കൂടെ ഇതൊരു ഐറ്റമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു വരുമൊന്നും ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ഇരിക്കണം, നമ്മളിങ്ങനെ ചിക്കിപ്പരത്തിയ പോലെ ഇരിക്കണം. അപ്പോൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള തോരൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വൻപയറിന് പകരം ചെറുപയർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഓണത്തിന്. ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ.